അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് യമുന മാത്യു. ഞാൻ കാനഡയിൽ ഫാമിലിയായി താമസിക്കുന്നു. ഇത് അമ്മ മാതാവിലൂടെ ഈശോ നൽകിയ രണ്ടാം ജന്മമായി സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉടമ്പടി എനിക്ക് വേണ്ടി എടുത്തത് എൻ്റെ അനുജത്തിയുടെ മദറിലോ ആയിരുന്നു. അത് നടന്നത് 2020 ജനുവരി മാസത്തിലാണ്. അതിൽ ഉടമ്പടി എടുക്കുവാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ 2019 ഡിസംബർ 4 ഞാൻ വീടിൻ്റെ ഡ്രൈവേയിൽ വീഴുകയും എൻ്റെ കാല് ഓപ്പൺ ഫ്രാക്ചർ ആവുകയും ചെയ്തു. അതേ തുടർന്ന് 2 സർജറികൾ നടന്നു. 3ാമത്തെ സർജറി ആയപ്പോഴേക്കും എൻ്റെ കാല് ഇൻഫെക്റ്റഡായി. ആ സർജറിക്ക് ശേഷം പ്ലാസ്റ്റിക് കൺസൾട്ടേഷൻ ചെയ്തപ്പോഴാണ് യഥാർത്ഥമായ സ്ഥിതി അറിഞ്ഞത്. എൻ്റെ കാലിൻ്റെ 2 പ്ലേറ്റ് ആൻഡ് സ്ക്രൂ ഇട്ട ആംഗിളിൻ്റെ 2 ഭാഗവും ഓപ്പൺ ആയിരുന്നു. അവിടെ ബോൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കിന്നോ നെർവ്സോ ടെൻഡനോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് സർജൻ പറഞ്ഞത് ഫ്ലാപ്പ് സർജറി എന്നൊരു സർജറിയാണ് ഉള്ളി ഓപ്ഷൻ. അല്ലെങ്കിൽ കാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഇല്ലാതാകും, പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നായിരുന്നു. ആ സാഹചര്യത്തിൽ വളരെ നിസ്സഹായ അവസ്ഥയിലായി. അപ്പോഴാണ് ഉടനടി പരിഹാരമെന്ന് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് എൻ്റെ അനുജത്തിയുടെ അമ്മായിമ്മയാണ്. ഇവിടെ വന്ന് അമ്മച്ചി ഞങ്ങൾ എഴുതി കൊടുത്ത 6 കാര്യങ്ങൾ ഉടമ്പടിയിൽ എഴുതി. അതിൽ 5 കാര്യങ്ങൾ സാധിച്ചു. അതുകൂടാതെ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി മെയ് 2020 എടുത്തു. അന്ന് മുതൽ ഉടമ്പടിയിൽ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നാണ് ആഫ്റ്റർ 8 years ഇന്ത്യയിൽ വന്ന് ഈ അമ്മ മാതാവിനെ കാണുവാനും ഉടമ്പടി എടുക്കുവാനും ഒക്കെ എനിക്ക് സാധിച്ചത്. എൻ്റെ സാഹചര്യം ഞാൻ പറയാം. ഉടമ്പടി എടുത്തതോടുകൂടി പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി. സർജറി എന്ന് പറയുന്നത് 10 മണിക്കൂർ നീണ്ടു നടക്കുന്ന ഒരു സർജറി ആയിരുന്നു. അതിന് ഡേറ്റ് കിട്ടുക വളരെ ഡിഫിക്കൽട്ടാണ് കാനഡയിൽ. അതുകൊണ്ട് അവർ ഡ്രസ്സിങ് ചെയ്ത് വീട്ടിലേക്ക് വിടുകയാണ് ചെയ്തത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 20 ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് സർജറി ചെയ്യാനുള്ള ഡേറ്റ് കിട്ടി. സർജറി സക്സസ്ഫുള്ളായി. എങ്കിലും ഒത്തിരിയേറെ കോംപ്ലിക്കേഷനിലൂടെയാണ് ഞാൻ പോയത്. എൻ്റെ ഈ കാലിന് 7 സർജറികൾ ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തുവെങ്കിലും ഇന്ന് ഈ അൾത്താരയിൽ കയറി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയും ഈശോയുടെ അനുഗ്രഹവും കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൂടാതെ തന്നെ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രത്യേക സംരക്ഷണം, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഹസ്ബൻഡിൻ്റെ ജോലി മേഖലയിൽ എല്ലാം സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചു. എന്നെ കണ്ടവരൊക്കെ പറഞ്ഞത് ഇനി ജോലിക്ക് പോകാൻ സാധിക്കുമോ എന്ന് പോലും അറിയില്ല എന്നായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് കാനഡയിൽ രജിസ്റ്റേർഡ് നേഴ്സായി ഞാനിപ്പോൾ ജോലി ചെയ്യുന്നു. ഇത് അമ്മ മാതാവിലൂടെ ഈശോ തന്ന അനുഗ്രഹമായിട്ട് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൂടാതെ തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് എന്താവശ്യം വന്നാലും ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കും. ഇത് ഒത്തിരിയേറെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി എങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാനും കാനഡയിൽ ഡ്രൈവ് ചെയ്യുവാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട്. ഈശോയിലും മാതാവിലുമുള്ള അടിയുറച്ച ആ വിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് ഇതെല്ലാം സാധിക്കുന്നതെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. അതുകൂടാതെ തന്നെ ഈ തീർത്ഥാടന ഉടമ്പടി ആദ്യം എടുത്തപ്പോൾ ഞങ്ങൾ എടുത്ത എല്ലാ കാര്യങ്ങളും തന്നെ സാധിച്ചു. ഞങ്ങളൊരു സ്ഥലം വിൽക്കുവാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നടന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള പരസ്പരം ഐക്യവും സ്നേഹം ഉണ്ടാകണമെന്ന് വെച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ഇപ്പോൾ ഞാൻ 8 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരുവാനും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് വരുവാനും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ലോകത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഉടമ്പടിയിലായതിനു ശേഷം ഞങ്ങളുടെ
കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാർത്ഥനയിൽ വളരുവാനും വിശുദ്ധ കുർബാനകൾ മുടങ്ങാതെ തന്നെ കൂടുവാനും ജപമാല മുട്ടിന്മേൽ നിന്ന് ചൊല്ലുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഉടമ്പടി ധ്യാനങ്ങൾ മുടങ്ങാതെ കൂടുവാനും എൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒത്തിരി ജീവിതത്തിലെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന എല്ലാവരോടും ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച്, കൃപാസനം പ്രസാദപര മാതാവിനെക്കുറിച്ച് പറയാറുണ്ട്. അമ്മ ഇങ്ങനെ ഞാനിത് ചുരുക്കി പറഞ്ഞുവെങ്കിലും 20 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജോലിയിൽ തിരികെ പ്രവേശിച്ചത്. ഇറ്റ് വാസ് എ ലോങ് ജേർണി ഫോർ അവർ ലൈഫ്. സോ പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. അപ്പോസ്തല പ്രവർത്തനം 3:6 നാം വായിക്കുന്നു. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. യമന എന്ന ഈ മകൾ പരിശുദ്ധമ്മയുടെ സംരക്ഷണയിൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിലൂടെ അവൾക്ക് വന്ന വലിയ അപകടത്തിൽ, കാലിന് വന്ന വലിയ ക്ഷതത്തിൽ അത്ഭുതകരമായ രോഗസൗഖ്യം ലഭിച്ചതും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജോലി തിരികെ ലഭിച്ചതിൻ്റെ അനുഗ്രഹമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധമ്മയിൽ ആശ്രയിച്ച് ജീവിതത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അസാധ്യമെന്ന് കരുതിയ രോഗസൗഖ്യവും ക്ലേശകരമെന്ന് കരുതിയ ജീവിതത്തിൻ്റെ ഭാവിയും അമ്മ മാതാവ് സുരക്ഷിതമാക്കി മകൾക്ക് നൽകുകയും അമ്മയുടെ നല്ല സാക്ഷിയായി ലോകത്തിൽ അമ്മയുടെ നല്ല ദർശനങ്ങളെയും നല്ല സാക്ഷ്യങ്ങളെയും പങ്കുവയ്ക്കുവാനും കുടുംബത്തിൽ നല്ല വിശ്വാസ ജീവിതം നയിക്കുവാനും മകളെ കരുത്തയാക്കിയത് മകൾ പങ്കുവയ്ക്കുന്നു. നമ്മൾ ഓരോരുത്തരും അമ്മ മാതാവിൻ്റെ അരികിൽ എത്രത്തോളം എളിമപ്പെട്ട ജീവിതത്തെ നൽകുകയും അമ്മയുടെ വിശ്വാസ വചനങ്ങളെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ അമ്മയുടെ ഇടപെടലുകളെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നവീകരിക്കുവാൻ തയ്യാറാകുന്നുവോ അതിനനുസരിച്ച് ജീവിതം കൂടുതൽ ലഘൂകരിക്കപ്പെടും, ജീവിതം കൂടുതൽ ലളിതമാവും, ഭാരങ്ങൾ അകന്നു നിൽക്കും. ഏതൊരു ക്ലേശത്തിലും പ്രത്യാശയോടെ ഈശോയിൽ ശരണപ്പെടുവാൻ നമുക്ക് കൃപ ലഭിക്കുകയും ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ദൈവപിതാവിനെ സമർപ്പിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് കരഘോഷത്തോടുകൂടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. എൻ്റെ പേര് നീതു, ഞാൻ കണ്ണമാലിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സ്വന്തം വീട് ആലപ്പുഴയിലാണ്. ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമായി. ആദ്യം 4.5 മാസമായപ്പോൾ തനിയെ വെള്ളം പോയി അബോർഷനായിപ്പോയി. രണ്ടാമത്തെ പ്രാവശ്യം സ്റ്റിച്ചിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു. പക്ഷേ 4.5 മാസമായപ്പോഴേക്കും ബ്ലീഡിങ് ആയി, അതും അബോർഷനായിപ്പോയി. പിന്നെ എൻ്റെ അമ്മ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അച്ഛനെ കണ്ട് അച്ഛൻ ലേപനം തന്നിട്ട് വയറ്റിൽ തടകി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ അടുത്ത വർഷം കുഞ്ഞുമായിട്ട് വന്ന് ഇവിടെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 5 മാസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പ്രഗ്നൻ്റ് ആവുകയും ഹോസ്പിറ്റലിൽ എറണാകുളത്ത് ലക്ഷ്മി ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. രണ്ടാമത്തെ പ്രാവശ്യം ഭയങ്കര സീരിയസ് ആയിരുന്നു. ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു, ഒരുപാട് കഷ്ടമായിരുന്നത്. മൂന്നാമത്തെ എനിക്ക് പേടിയായിരുന്നു ഭയങ്കര. എന്നാലും അമ്മച്ചി എപ്പോഴും പറയും, അച്ഛൻ പറഞ്ഞേക്കണമല്ലേ, ഡോക്ടർ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട, അച്ഛൻ്റെ നോക്കിയാൽ മതിയെന്ന് അമ്മച്ചിക്ക് ഭയങ്കര വിശ്വാസമാണ്. അമ്മച്ചി ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൂന്നാമത്തതിൽ ഞങ്ങൾ വിചാരിച്ചതുപോലെ ഒരു കഷ്ടതകളും ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കും ബെഡ് റെസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർമാർ പറയും ബെഡ് റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. എന്നാലും ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു, പേടിയുണ്ട്. 2 പ്രാവശ്യം ഇങ്ങനെ ആയത് കാരണം ബെഡ് റെസ്റ്റ് ആയിരുന്നു. പിന്നെ ഡോക്ടറിൻ്റെ കാര്യത്തിനായാലും ഞങ്ങളെ നോക്കിയിരുന്ന ഡോക്ടർ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. സ്റ്റിച്ച് ഇടണ സമയമായപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, ആ ഡോക്ടറായിരുന്നെങ്കിൽ എല്ലാ കാര്യവും ഞാൻ ആദ്യം മുതൽ കാണിക്കുന്ന ആ ഡോക്ടറിനെയാണ്. അപ്പോൾ വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നേന്ന് മുതൽ എല്ലാം തുടങ്ങണം. സ്റ്റിച്ച് ഇടേണ്ട സമയമായപ്പോഴേക്കും ഡോക്ടറിൻ്റെ പേര് എഴുതണ ആ ഭാഗത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നെജ്മിൻസ് ഡോക്ടർ തന്നെയാണോ എന്ന് വെച്ചാൽ പറഞ്ഞാൽ അല്ല, നിങ്ങളുടെ ഡോക്ടർ വന്നിട്ടുണ്ട്. ശ്രീലത ഡോക്ടറിനെയാണ് ഞാൻ കാണിച്ചത്. ആ ഡോക്ടറിൻ്റെ പേരാണ് എഴുതിയത്. ആ ഡോക്ടർ വന്ന്
എന്നെ ഒന്നും കൂടെ പരിശോധിച്ച് അവർ സ്റ്റിച്ചിട്ടു. ആ ഹോസ്പിറ്റലിൽ കിടക്കാനായിട്ടാണ് ഞങ്ങൾ പോയത്. ബാക്കി ഒരു 5-6 മാസത്തേക്ക് ആ ഹോസ്പിറ്റലിൽ കിടക്കാൻ പോയിട്ട് ഡോക്ടർ സമ്മതിച്ചില്ല ഞങ്ങളുടെക്ക്. വീട്ടിൽ പോയിക്കോ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ച് ബെഡ് റെസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. 8 മാസമായപ്പോഴേക്കും സ്റ്റിച്ച് എടുത്ത് ഞാൻ അടുക്കളയിൽ എൻ്റെ നാത്തൂൻ്റെ കൂടെ നിന്നപ്പോഴേക്കും പെട്ടെന്നൊരു തലകറക്കം വന്ന് റൂമിലേക്ക് പോകുന്ന വഴി 2ാമത്തെ സ്റ്റെപ്പ് കയറിയപ്പോൾ ഞാൻ തലകറങ്ങി വീണു, താഴ്ചേരിക്ക് വീണ്. പക്ഷേങ്കിൽ എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് ബോധം വന്നപ്പോൾ നാത്തൂൻ ഇരുന്ന് കരയുവാണ്. ഞാനപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നാത്തൂൻ്റെ കാലിൽ ശരിക്കും മുഴ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ലിഗ്മെൻറ്റിന് കംപ്ലൈൻ്റ് ആയി ചേച്ചിയുടേത്. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ആശുപത്രിയിൽ ചെന്ന് ഒരു ദിവസം മൊത്തം ലേബർ റൂമിൽ കിടന്ന് വൈകുന്നേരമായപ്പോൾ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞ്. 8 മാസം കഴിഞ്ഞപ്പോഴും എൻ്റെ ഇടയ്ക്ക് പറയുന്നത് വ്യായാമം ചെയ്യാനാണ്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, കാരണം 2ാമത്തതിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അത് കാരണം ഒരുപാട് ഒന്നും ചെയ്തില്ല. അതിൻ്റെ കുഴപ്പം കൊണ്ട് ഓപ്പറേഷനായിപ്പോയി. ആ ഒരു വലിയൊരു അനുഗ്രഹം അമ്മ തന്ന്. ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും. ഞങ്ങൾ പേടിച്ച് നിന്ന കാര്യങ്ങളെല്ലാം വെറുതെ നിസ്സാരമാക്കി തന്നു. പിന്നെ കുഞ്ഞ് ഫെബ്രുവരി 13-ാം തീയതിയാണ് കുഞ്ഞ് ജനിച്ചത്. എല്ലാവരും കാണുമ്പോൾ പറയും കൃപാസന മാതാവിൻ്റെ മകളാണ്, ചോദിച്ച് മേടിച്ചതാണെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ ദേഹത്തും ഒരു 3 മാസമൊക്കെ ആയപ്പോൾ ഒരു ചുവപ്പ് കളറിൽ കുരുക്കൾ പോലെ തടിച്ച് വന്ന് രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റണില്ല. ഭയങ്കര അസ്വസ്ഥതയായിരുന്നു, ചൊറിച്ചിലൊക്കെ വന്നിട്ട് ഉറങ്ങാൻ പറ്റാതായപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ വരുന്നുണ്ട്, അപ്പോൾ ഇതിനൊരു കുറവ് കൂടെ തന്നു കഴിഞ്ഞാൽ ആ സാക്ഷ്യത്തിൽ ഇതും കൂടെ ഉൾപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ ചുവപ്പില്ല, നല്ല ഭേദമായിട്ടുണ്ട്. ചുവപ്പ് കളർ മാറി ചെറിയൊരു കുരുക്കൾ പോലെ ഉണ്ടായിരുന്നുള്ളൂ. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ, 91-ാം സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ സംരക്ഷണവും അതുപോലെ തന്നെ എങ്ങനെയാണ് ദൈവഭക്തനായ ഒരു വ്യക്തി ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നിലകൊള്ളുന്നുവെന്നും വളരെ പ്രകടമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നീതു എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഉടമ്പടി പത്രികയിൽ എഴുതിയിരിക്കുന്ന വചനഭാഗവും 91-ാം സങ്കീർത്തനമാണ്. കർത്താവിൻ്റെ സംരക്ഷണത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവികമായിട്ടുള്ള കൃപയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സഹോദരി സാക്ഷ്യത്തിൽ വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഡോക്ടർമാർ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ വന്ന് ദേവാലയത്തിൽ വന്ന് കർത്താവിൻ്റെ പുരോഹിതൻ പറയുന്നത് എന്താണ് എന്ന് കേൾക്കുവാനും അതിന് പ്രാധാന്യം കൊടുക്കുവാനുമായിട്ടും തീരുമാനിച്ചുവെന്ന്. അപ്പോൾ ദൈവത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളെ ദൈവം ഏറ്റെടുക്കുകയും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അവർ ഏതവസ്ഥയിലായിരുന്നാലും കർത്താവിൻ്റെ വലിയ സ്നേഹവും കരുതലും അനുഭവിക്കുവാനായിട്ട് അവർക്ക് ഭാഗ്യം ലഭിക്കും എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. രൂപതയിൽ പാറത്തോട് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ടിൻഡു. ഇവിടെ ഉടമ്പടി എടുത്തത് ഈ ജനുവരി 26-ാം തീയതി ആയിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് വലിയ കടബാധ്യതയായിരുന്നു. 12 വർഷമായിട്ട് ബാങ്കിൽ ഒരു ലോൺ ഉണ്ടായിരുന്നു. അത് പശുഫാം നടത്തുന്നതിന് വേണ്ടി എടുത്തതായിരുന്നു. 2018 പ്രളയത്തിൽ ഫാം നശിക്കുകയും പശുക്കൾ കുറേ ചത്തുപോവുകയും ചെയ്തു. പിന്നെ തുടർന്ന് അത് പൂർണ്ണമായിട്ടും തന്നെ നശിച്ചു. പറഞ്ഞ സമയത്ത് ബാങ്കിൽ പൈസ അടയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. അത് പലിശയും കൂട്ടുപലിശയും എല്ലാം കൂടി വലിയൊരു തുകയായി മാറി. 66 ലക്ഷം രൂപയോളമായി. പിന്നെ അത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് അത് 48.5 ലക്ഷം രൂപയിലേക്ക് ആക്കി അവർ കുറച്ച് തന്നു. ആ പൈസ ഞങ്ങൾക്ക് അടയ്ക്കാൻ ഞങ്ങളുടെ മുമ്പിൽ മാർഗമൊന്നുമില്ല. സ്ഥലം വിൽക്കാനായിട്ട് നോക്കിയിട്ട് സ്ഥലം വിൽപ്പന നടക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വരികയും ഇവിടെ മമ്മി ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി നിയോഗത്തിലെ ഒരു നിയോഗമായിരുന്നു ഈ കടബാധ്യത മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അതുപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ അവർ ബാങ്കിൽ നിന്ന് നിരന്തരം വീട്ടിൽ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. പൈസ അടയ്ക്കാതെ ആയപ്പോൾ അവർ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയും പൈസ ഇടപെടുന്ന ഒരു സാധ്യതയും കാണാതെ ആയി കഴിഞ്ഞപ്പോൾ അവർ ജപ്തി നടപടിയിലേക്കും നീങ്ങി.
ജപ്തി നോട്ടീസ് വന്നു. ആ ജപ്തി നോട്ടീസുമായിട്ട് ഞങ്ങളിവിടെ വരികയും പരിശുദ്ധ അമ്മ അച്ഛനെ കാണാനുള്ള വഴി ഞങ്ങൾക്ക് ഒരുക്കി തരികയും ചെയ്തു. അച്ഛനെ ജപ്തി നോട്ടീസ് കൊടുത്തു. ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മേനെയും ഈശോയെയും തൊട്ട് ആ ജപ്തി നോട്ടീസ് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛനൊരു മാതാവിൻ്റെ ഒരു ലോക്കറ്റും കൂടി തിരികെ തന്നു. ജപ്തി ഒന്നും നടക്കില്ല, അത് മാറിപ്പോയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ജപ്തി നോട്ടീസ് ഉടമ്പടി ലോക്കറ്റ് മുകളിൽ വെച്ച് ഞങ്ങൾ കുടുംബസഹിതം ഒരു 3 മാസത്തോളം പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ അവർ പലതവണ ബാങ്കിൽ നിന്ന് ഫോണിൽ വിളിച്ചു, നിങ്ങൾ പൈസ കുറച്ചെങ്കിലും അടച്ചെങ്കിലും ഞങ്ങളത് ജപ്തി തന്നെ ചെയ്യും, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല, ഞങ്ങളുടെ ജോലിയെ ബാധിക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾക്കൊരു മാർഗ്ഗവുമില്ല, ഞങ്ങൾ നിസ്സഹായരാവസ്ഥയിൽ നിന്നു. ഞങ്ങൾ 7 പേരടങ്ങുന്ന കുടുംബമാണ്. ജപ്തി ചെയ്ത് പുറത്ത് ഇറക്കി വിട്ടാൽ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാൻ പോലും ഞങ്ങളുടെ മുമ്പിൽ ഒരു വശമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ അവർ ജപ്തി ചെയ്യാനായിട്ട് വീട്ടിൽ വന്നു. 15 പേരടങ്ങുന്ന നിയമപ്രകാരമുള്ള ഉദ്യോഗസ്ഥർ, പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്നു. അവർ പറഞ്ഞു, അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് നിങ്ങൾ വീടിയിൽ വെളിയിൽ ഇറങ്ങണം, ഞങ്ങൾക്കിത് ചെയ്തേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞങ്ങൾ നിൽക്കുന്ന ആ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ബന്ധു 5 ലക്ഷം രൂപ പെട്ടെന്ന് ബാങ്കിൽ അടയ്ക്കാമെന്ന് സമ്മതിച്ചു. അവർ വന്നതൊരു 10:30 ആയപ്പോഴാണ് വീട്ടിൽ വന്നത്. പൈസയെല്ലാം റെഡിയായി വന്നപ്പോഴത്തേനും ഒരു 3:30 സമയമായി. ആ സമയം വരെ അവർ വീട്ടിൽ തന്നെ തങ്ങി. അത്രയും ഉദ്യോഗസ്ഥർ 3:30 ആയപ്പോഴത്തേനും അവർ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ ആയപ്പോഴത്തേനും അവർ 1 മാസത്തെ അവധി കൂടി തന്ന് അവർ തിരികെ പോയി. ഈ 1 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ തന്നെ കുടുംബത്തിലെ ബന്ധുക്കളൊരു 4 പേര് കൂടി ബാക്കിയുള്ള മുഴുവൻ തുകയും ബാങ്കിൽ അടച്ച് പട്ടയടിപ്പിച്ചു. പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം വഴിയാണ് ഞങ്ങൾക്കിത് സാധിച്ചത്. മാനുഷികമായ തലത്തിൽ ഒരിക്കലും സാധിക്കുന്ന കാര്യമായിരുന്നില്ല അത്. അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഉടമ്പടി എടുത്ത് 55 വർഷത്തോളമായി ഡാഡി മദ്യപിക്കുന്നയാളായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മദ്യപാനം നിർത്തി. 8 മാസത്തോളമായി മദ്യം കഴിച്ചിട്ട്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ടായി. ഉടമ്പടി വസ്തുക്കൾ, ഞങ്ങളുടെ അയൽവാസി ഒരാൾ രോഗാവസ്ഥയിൽ കിടന്നു. ഞങ്ങളും ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് നൽകുകയും രോഗാവസ്ഥയിൽ നിന്ന് അധികം വിമുക്തി പ്രാപിക്കുകയും ചെയ്തു. എൻ്റെ മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവർക്ക് ഉടമ്പടി ലോക്കറ്റ് കൊടുത്തു വിട്ട് അവർ പരീക്ഷ എഴുതി അവർ ഉന്നത വിജയം പ്രാപിക്കുകയും ചെയ്തു. മകൾക്ക് നേഴ്സിംഗിൽ ഒരു വിഷയം നന്നായി പാടായിരുന്നു. ഞാനതിന് തോറ്റുപോകുകയുള്ളൂ എന്നവൾ എന്നോട് പറഞ്ഞു. സപ്ലി എഴുതേണ്ടി വരും, അമ്മ വിഷമിക്കരുത്. ഇല്ല, നീ പൊക്കോ, ധൈര്യമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് പൊക്കോ. ലോക്കറ്റും കൈ പിടിച്ച് കൃപാസനത്തിലെ ഉപ്പ് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവധിക്ക് വീട്ടിൽ വന്നപ്പോൾ അവൾ ആ ആൻസർ ഷീറ്റിൽ അനാട്ടമി എന്ന വിഷയം അവൾക്ക് നന്നായി പാടായിരുന്നു. ആൻസർ ഷീറ്റിൽ അവൾ ആ ഉപ്പിൻ്റെ 2 തരി തൂളിയിട്ടാണ് അവൾ ആൻസർ എഴുതാൻ തുടങ്ങിയത്. പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് എളുപ്പമുള്ള വിഷയത്തിന് കിട്ടിയതിനേക്കഴിഞ്ഞും കൂടുതൽ മാർക്കോടുകൂടി ആ വിഷയം പാസ്സാകാൻ പറ്റി. പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വീട്ടിൽ ഇടപെട്ട് ആ കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചതുപോലെ തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3:22 നാം വായിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഈ കുടുംബം വലിയ കടബാധ്യതയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു മാർഗവും അത് പരിഹരിക്കുവാൻ ഇല്ലാത്ത സാഹചര്യത്തിലാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. പ്രാർത്ഥനയുടെ ആദ്യ നാളുകളിൽ അത് എങ്ങനെ ഇത് പരിഹരിക്കുമെന്ന കുടുംബത്തിന് യാതൊരു നിശ്ചയവുമില്ല. ജപ്തി നടപടി നടക്കുന്ന ദിവസം ഒരു ബന്ധു 5 ലക്ഷം ബാങ്കിൽ അടച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അതിന് പരിഹാരം ചെയ്തു കൊടുക്കുന്നു. പിന്നീട് കൂടെയുള്ള മറ്റുള്ളവരും സഹകരിച്ച് മുഴുവനായും ജപ്തി നടപടി ഒഴിവാക്കുകയും ആ സ്ഥലവും വീടും സുരക്ഷിതമാക്കുവാൻ കുടുംബത്തെ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ കുടുംബനാഥൻ്റെ മദ്യപാന ആസക്തി ഏതാണ്ട് 1/2 നൂറ്റാണ്ട് പഴക്കമുള്ളത് അത്ഭുതകരമായി അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ സന്മനസ്സാവുന്നു. പരിശുദ്ധമ്മ അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി തിരുക്കുമാരനോട് പറഞ്ഞ് സാധ്യമാക്കി തരുന്നു. നമ്മുടെ കണ്ണീര്, നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവിളികൾ, ദൈവസന്നിധിയിലുള്ള നമ്മുടെ നിരന്തരമായ ശരണപ്പെടൽ, അതൊക്കെയും അമ്മ മാതാവ് എപ്പോഴും തിരുക്കുമാരൻ്റെ സന്നിധിയിലേക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കുവാനായി അവനോടെപ്പോഴും ആവശ്യപ്പെടുന്നു. നമ്മൾ
ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തെ നവീകരിക്കുമ്പോൾ ഈശോ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾക്ക് അത്ഭുതകരമായ ഇടപെടലുകൾ നൽകുന്നു. ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്ന ഈ വലിയ ദൈവാനുഭവത്തെ പരിശുദ്ധമ്മയ്ക്കും ഈശോനാഥനും ദൈവപിതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് ജിയാൻ. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജൂൺ മാസം 9-ാം തീയതിയാണ് 2024. എന്നിരുന്നാലും എനിക്ക് മാതാവിനെ കുറിച്ച് 2019 തൊട്ട് അറിയാം. എൻ്റെ പപ്പ ഇവിടെ 2019 വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് ഞങ്ങൾക്കറിയാം. അപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, വൈകിട്ടുള്ള പ്രാർത്ഥന എത്തിക്കാറുണ്ട്, പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ടൊരു വയറുവേദന വരുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ പോകണം, എന്നാൽ മാത്രം എൻ്റെ വയറുവേദന മാറുള്ളൂ. മരുന്നൊക്കെ കയറ്റാറുണ്ട്. എന്നാലും എനിക്കത് മാറാറില്ല. 2 ദിവസം അതിൻ്റെ എഫക്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് അനങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ എന്ന് തൊട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ടിട്ട് വെള്ളം കുടിച്ച് തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ ആ വയറുവേദന, ഞാൻ ഉപ്പിട്ടിട്ട് വെള്ളം കുടിക്കും പ്രാർത്ഥിച്ചിട്ട്. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ആ വേദന പൂർണ്ണമായിട്ട് മാറും. അങ്ങനെ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, മാതാവിനെ കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഉടമ്പടി കാശുരൂപം എടുത്ത് ഞാൻ എക്സാമിനെല്ലാം പോകാറുണ്ട്. എനിക്ക് നല്ല മാർക്ക്, എനിക്ക് ഫിസിക്സൊക്കെ ഭയങ്കര ടഫായിരുന്നു. എൻ്റെ +2 എക്സാമിനൊക്കെ പോകുമ്പോഴും ഞാൻ ഉടമ്പടി കാശുരൂപം പിടിച്ചാണ് കൊണ്ടുപോകാറ്. പപ്പ എനിക്ക് തന്നു വിടും. അപ്പോൾ അങ്ങനെയെല്ലാം നല്ല ഉന്നത വിജയം കിട്ടിയിട്ടുണ്ട്. പിന്നെ +2 കഴിഞ്ഞപ്പോൾ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി. ജർമ്മൻ എനിക്ക് ഭയങ്കര സ്മൂത്തായിട്ടാണ് പോയത്. എനിക്കൊരു ടഫൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പഠിക്കാനായിട്ട്. ഭയങ്കര സ്മൂത്തായിട്ട് B2 വരെ പോയി. അങ്ങനെ B2.1 എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ എക്സാമിന് ഡേറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന എക്സാമിന് ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. എന്നിരുന്നാലും ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് കൊച്ചിയിൽ, ഞാൻ B2 തുടങ്ങിയിട്ടുള്ളൂ, എന്നിരുന്നാലും കൊച്ചിയിൽ ഇങ്ങനെ എക്സാമിന് കൊടുക്കാനായിട്ട് ഇങ്ങനെ മെയിൽ അയച്ചു. അപ്പോൾ മെയിൽ അയച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ വകവെച്ചില്ല. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ മെയിൽ അയച്ചു. അത് കഴിഞ്ഞ് അന്ന് തന്നെ ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് സാറ് പറയണം നമുക്ക് എല്ലാവർക്കും ബാച്ച് ഫുള്ളായിട്ട് ഒരുമിച്ച് എക്സാം എഴുതാം. അങ്ങനെ ഞങ്ങളുടെ കോഴ്സ് കഴിയണതനുസരിച്ച് സാറ് തന്നെ ഒരു ഡേറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു, ഒരു സെൻറ്ററും സജസ്റ്റ് ചെയ്തു. അപ്പോൾ കോലാപുരമായിരുന്നു. അപ്പോൾ എന്നാൽ എല്ലാവരും കൂടി പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിന് അഗ്രി ചെയ്തു. അങ്ങനെ അതിന് ഞങ്ങൾ ബൾക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ബാച്ച് ഫുള്ള്. എനിക്ക് പൈസ കൊടുക്കാനായിട്ട് എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും കൊടുത്തു, എനിക്ക് മാത്രം പൈസ കൊടുക്കാനായിട്ടായില്ല. അങ്ങനെ പപ്പ കുറേ നോക്കി, ഞാൻ കുറേ നോക്കി, എവിടെയും കിട്ടണില്ല. ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് പൈസ കൊടുക്കാൻ പറ്റി. പിറ്റേ ദിവസം ബുക്കിംഗ് ആയിരുന്നു. എനിക്ക് അവിടെ 3 മൊഡ്യൂൾ കിട്ടി. സ്പീക്കിംഗ് ഒഴിച്ച് ബാക്കി 3 മൊഡ്യൂൾ എനിക്ക് എക്സാം എഴുതാൻ കിട്ടി മെയ് 17-ന്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡിമാൻഡ് ഡ്രാഫ്റ്റ് അയക്കണം കോലാപൂർക്ക്. അപ്പോൾ അത് അയക്കാനായിട്ട് ബാങ്കിൽ പോയപ്പോൾ വീണ്ടും എനിക്കൊരു മെയിൽ വന്നേക്കണു. അത് നോക്കിയപ്പോൾ ഞാൻ കൊച്ചിയിലേക്ക് ഒരു പ്രതീക്ഷയില്ലാണ്ട് അയച്ചതിന് എനിക്ക് അവിടെ നിന്ന് മെയിൽ വന്നു, എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് 2 മൊഡ്യൂള്. പക്ഷേ ഞാൻ എക്സാം എഴുതിയില്ല. കാരണം ഞാൻ വിചാരിച്ചു ഇപ്പോൾ മെയിലത്തെ എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷേ ഞാനത് റിഗ്രറ്റ് ചെയ്തായിരുന്നു കുറച്ച് നാൾ. കാരണം എനിക്ക് സ്പീക്കിംഗ് എവിടെയും കിട്ടാണ്ടായി. ഏപ്രിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു. ഏപ്രിൽ എക്സാമിന് ഞാൻ കൊടുത്തു കൊച്ചിയിൽ, അതിന് എനിക്കൊരു റിപ്ലൈ വന്നില്ല. അപ്പോൾ എനിക്ക് എവിടെയും കിട്ടാണ്ടായി. കാരണം ആ എക്സാം എനിക്ക് വല്ല മാറ്റി എന്തെങ്കിലും ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് റിഗ്രറ്റ് ചെയ്തു. അങ്ങനെ പോയി ഞാൻ സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് നോക്കണ്ടായിരുന്നത്. സെപ്റ്റംബർ ഇൻടേക്ക് എനിക്ക് കിട്ടില്ല എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു. ഞാനത് ആക്സെപ്റ്റ് ചെയ്തു, കിട്ടില്ല അത് പോയി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് മെയിലൊരു എക്സാം വന്നു കൊച്ചിയിൽ. അപ്പോൾ അതിന് ഞാൻ മെയിൽ അയച്ചിട്ട് ഞാൻ എന്നും രാത്രി എൻ്റെ മെയിലിൽ ഞാൻ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലും. അതെന്താണെന്ന് എനിക്കറിയില്ല, കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷേ എൻ്റെ വിശ്വാസമാണത്. അങ്ങനെ ഞാൻ പോയി. അത് കഴിഞ്ഞ് 10 ദിവസം കഴിയുമ്പോൾ മെയിൽ വരുമെന്നാണ് ഇവർ പറയുക, കൺഫർമേഷൻ മെയിൽ വരുമെന്നാണ് പറയുക. പക്ഷെ അതൊരു 1 മാസമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ 10 ദിവസം കഴിഞ്ഞു, എനിക്ക് വന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ വരും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ള 2-3 പിള്ളേർക്ക് കിട്ടി തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്തവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്കൊന്നും കൊടുക്കണില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പോയി. ഏപ്രിൽ ലാസ്റ്റായി. മെയ് ഫസ്റ്റ് വീക്കിൽ ഒരു എക്സാം ഉണ്ട്, മെയ് ലാസ്റ്റ് വീക്കിൽ എക്സാം ഉണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാം മെയ് ലാസ്റ്റ് വീക്കിൽ എനിക്ക് എക്സാം കിട്ടണം എന്നാണ്. കാരണം മെയ് 17 കോലാപൂർ എക്സാമാണ്. അതെൻ്റെ ജസ്റ്റ് ഒരു ട്രയലാണ്. എനിക്ക് കൊച്ചിയിലത്തെ എക്സാം 4 മൊഡ്യൂളും കിട്ടിയിട്ടുണ്ട്. 4 മൊഡ്യൂളും എനിക്ക് പാസ്സാവണം. ഞാൻ പപ്പ പറഞ്ഞിട്ട് 4 മൊഡ്യൂളും കൊടുത്തത്. അപ്പോൾ 4 മൊഡ്യൂൾ ഒറ്റ സർട്ടിഫിക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ക്ലയൻറ്റിൻ്റെ മുമ്പിൽ എൻ്റെ ഇമ്പ്രഷൻ വലുതായിരിക്കും. അപ്പോൾ ഞാൻ ആ എക്സാമിന്, കൊച്ചിയിലത്തെ എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
കോലാപൂരിലത്തെ എക്സാം ജസ്റ്റ് ഒരു ട്രയൽ പോലെയാണ് എഴുതണത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ ഏപ്രിൽ 28 അന്ന് അതിൻ്റെ തലേ ദിവസം എനിക്ക് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, എടി ജൂണിലത്തെ എക്സാമിന് മെയിൽ അയക്കാൻ ടൈമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ മെയിലത്തെ എക്സാമിൻ്റെ കൺഫർമേഷൻ മെയിലൊക്കെ വരുന്നത് കഴിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറയണേ, അതൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്, ഇനി മെയിൽ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയി. എന്തായാലും ആവട്ടെ വിചാരിച്ച് ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ഇരിക്കണ സമയത്ത് ഫോൺ നോക്കിയപ്പോൾ മെയിൽ വന്നു, എന്തോ മെയിൽ വന്നേക്കണം. അപ്പം ഞാൻ വിചാരിച്ചേ അതൊന്നും ആവുന്നില്ല. ഞാൻ അവളോട് പറഞ്ഞു അതൊന്നും നോക്കണ്ട, കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതെടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നു. ഞാൻ പ്രാർത്ഥിച്ച ടൈമിൽ തന്നെ എനിക്ക് കിട്ടി, എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി. അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി. എക്സാം എഴുതാൻ പോയി. കോലാപൂർ ആദ്യം എഴുതി. പ്രിപ്പറേഷനൊന്നും വലിയ കാര്യമായിട്ട് ചെയ്തിട്ടേ ഇല്ല, ഭയങ്കര കോൺഫിഡൻറ്റാണ്. എന്നാൽ ഹിയറിങ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് കേൾക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഹിയറിങ് ഞാൻ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യായിരുന്നു ഡെയിലി. അങ്ങനെ എക്സാം എഴുതാൻ പോയി. കാലത്ത് എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു. സ്പീക്കിങ്ങിന് കയറി. ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റാണ്. എല്ലാ പിള്ളേരും ഭയങ്കര പേടിച്ചിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് കുഴപ്പമില്ല അങ്ങനത്തെ രീതിയിലിരിക്കുക. അങ്ങനെ ഇരിക്കുക. കയറി എക്സാമിന് കയറി. ടോപ്പിക്ക് കിട്ടി, കുഴപ്പമില്ല, എല്ലാം ഈസിയാണ്. കയറി എക്സാമിന് അവർ വിളിച്ചു. കയറിയപ്പോൾ ഉണ്ട് എൻ്റെ പാർട്ട്ണറാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അവൾ പറയണ കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ പകുതി കിളി പോയി, എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പം എൻ്റെ സകല കോൺഫിഡൻസും അതോടുകൂടെ പടിപടി നിലത്ത് വീണു തുടങ്ങി. അങ്ങനെ അത് പറഞ്ഞു, സ്പീക്കിംഗ് എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെന്നെ ഇൻ്റർഫിയർ ചെയ്തിട്ട് നിർത്താൻ പറഞ്ഞു. അതവർ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു എൻ്റെ ഇനി ഇഷ്ടമാവാത്തതുകൊണ്ടാണ് അവർ എന്നെ ഇൻ്റർഫിയർ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുവിധം ഞാൻ തട്ടിക്കൂട്ടി സ്പീക്കിംഗ് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പപ്പോട് പറഞ്ഞു, പപ്പ സ്പീക്കിംഗ് നോക്കണ്ട കേട്ടോ, അത് പോയി, എനിക്കത് കിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പപ്പ പറഞ്ഞ് സാരില്ല, ബാക്കി 3 എഴുതിയെന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി 3 എഴുതി. ഉച്ചയ്ക്ക് എനിക്ക് ഹിയറിംഗ് ഉണ്ടായിരുന്നു, ബാക്കി 3 മൊഡ്യൂള്. അതിന് കയറിയപ്പോൾ ഞാൻ കയറിനെക്കാട്ടി മുമ്പ് പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കയറുന്ന എക്സാം ഹോളിൽ അവിടെ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇട്ടു. എന്നിട്ട് എക്സാമിന് കയറി. അതുവരെ ഹിയറിങ് എനിക്ക് കേൾക്കാത്ത ഞാൻ അന്നത്തെ ഹിയറിങ് ഓരോ വേർഡ് ബൈ വേർഡ് എനിക്ക് കറക്റ്റായിട്ട് കേട്ടു ഹിയറിങ്. അത് വലിയ അനുഗ്രഹമാണ് എനിക്ക്. അങ്ങനെ ഹിയറിംഗ് എല്ലാം കഴിഞ്ഞു. എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. എക്സാം എഴുതി കഴിഞ്ഞിട്ട് പോവും എന്നുള്ള നിലയിലാണ് നിൽക്കണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. എനിക്ക് ആകെ ഒരു ടെൻഷനും പേടിയും, കിട്ടില്ല സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള എൻ്റെ ലാസ്റ്റ് ഒരു ചാൻസ് ആയിരുന്നു. അതുവരെ ഞാൻ കൊളാക്കി അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ റീൽസിനൊക്കെ നോക്കും. അപ്പോൾ നോക്കുമ്പോൾ ഒക്കെ കാണണതൊക്കെ ഈ സാക്ഷ്യങ്ങൾ ജർമ്മൻ എക്സാമിൻ്റെ പിള്ളേരുടെയാണ്. അവരെല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു, കിട്ടി അങ്ങനെയുള്ളതാണ്. അപ്പം എനിക്ക് ആദ്യം ഒരു പേടിയായിരുന്നു ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട്. ഞാൻ അതിലത്തെ കാര്യങ്ങളൊന്നും ശരിക്കും ചെയ്തില്ലെങ്കിൽ പണി കിട്ടൂല. അച്ഛൻ പറയാറുണ്ടല്ലോ വെളുക്കാൻ തേക്കണത് പാണ്ടാവുമെന്ന്. അപ്പം അങ്ങനെ വല്ലതാവുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ ജൂൺ 9 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ജൂൺ 25 എൻ്റെ റിസൾട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ടെൻഷനായി, ലേറ്റായി. അപ്പോൾ ജൂൺ 25 അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ ഉടമ്പടി ധ്യാനം കാണുമായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ചൊവ്വാഴ്ചകളിൽ കുറേ അനുഗ്രഹം കിട്ടുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ചൊവ്വാഴ്ച എൻ്റെ റിസൾട്ട് വരികയാണെങ്കിൽ മതിയില്ലെങ്കിൽ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞ് കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി, എന്താവും എന്ന്. കറക്റ്റ് റിസൾട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്ക് സ്പീക്കിങ്ങും ഹിയറിങ്ങും നല്ല മാർക്കോടുകൂടി പാസ്സായി. അത് എൻ്റെ മെറിറ്റിലല്ല എനിക്കത് കിട്ടിയത്, അതെനിക്ക് മാതാവ് തന്നതാണ്. കാരണം ഞാൻ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് സ്പീക്കിങ്ങിന് പോയത്, അവിടെ ചെന്ന് ഞാനത് നല്ല പോലെ കോളാക്കിയിട്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ കരഞ്ഞിട്ട് പപ്പയെടുത്ത് വന്നിട്ട് പറഞ്ഞ സ്പീക്കിങ് പോകുന്നു. അത് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 100-ൽ എനിക്ക് 83 മാർക്ക് ഉണ്ടായിരുന്നു സ്പീക്കിങ്ങിന്. എനിക്ക് ആ 4 മൊഡ്യൂൾസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് സ്പീക്കിങ്ങിനായിരുന്നു. പിന്നെ ഹിയറിങ് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത്, അതിന് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അന്ന് ഒരു പള്ളിയിൽ പോയി. ഞങ്ങളുടെ അവിടെ അന്തോണിസ് പുണ്യാളുടെ പള്ളിയുണ്ട്. അന്ന് ചൊവ്വാഴ്ചയായിരുന്നല്ലോ. അപ്പോൾ അവിടെ പോയി അന്ന് അവിടെ നൊവേന ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ പത്രം കൊടുത്തു കഴിഞ്ഞിട്ട് ഫോൺ നോക്കിയപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് കോൾ വന്നേക്കണം. അന്ന് ഞാൻ എൻ്റെ മൊഡ്യൂൾ കൊടുത്തിട്ട് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു 4 മൊഡ്യൂൾ വെച്ചിട്ട്. അപ്പോൾ ഫോൺ നോക്കിയപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് കോൾ വന്നേക്കണം. അപ്പോൾ ഞാൻ ഒരു പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് എന്തേലും ആവട്ടെ വിചാരിച്ച് കയറി. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ചെറിയ വിഷമമായി. എന്നാലും കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ചയായിരുന്നു, ജൂലൈ 5 എനിക്ക് അടുത്ത ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ തൈലം തേച്ച് എൻ്റെ ഒരു കുഞ്ഞൊരു രൂപമുണ്ട് മാതാവിൻ്റെ, അത് വെച്ചിട്ട് ഞാനവിടെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കയറി
സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്തു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഈസി ആയിരുന്നു. എൻ്റെ കൂടെയുള്ള പിള്ളേരോടൊക്കെ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചെങ്കിലും എൻ്റെ അടുത്ത് അധികം ടഫല്ലായിരുന്നു, ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച അപ്പം എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി, ഇൻ്റർവ്യൂവിന് സെലക്റ്റായി. അത് കഴിഞ്ഞ് ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ കോൺട്രാക്റ്റ് വരാനായിട്ട് കുറച്ച് ലേറ്റായി. അത്ര ലേറ്റല്ല, ഒരു 3 to 4 വീക്സ് ഒക്കെ എടുത്തു. എന്നാലും അതും ഒരു വെള്ളിയാഴ്ചയാണ് എൻ്റെ കോൺട്രാക്റ്റ് വന്നത്. എൻ്റെ മിക്ക കാര്യങ്ങളും നടക്കുക ഒരു ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കും. അങ്ങനെ കോൺട്രാക്റ്റ് എല്ലാം വന്നു. ഇനി അടുത്തത് വിസയ്ക്ക് കൊടുക്കണം. വിസയ്ക്ക് വെച്ചു, അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മെയിൽ വന്നു, കൺഫർമേഷൻ മെയിൽ വന്നു, നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് നോക്കിയപ്പോൾ ഉണ്ട് 10:40 സമയം, എൻ്റെ വിസയുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയം. ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയമാണ് 10:40. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, അതെനിക്ക് മാതാവ് തന്നെ കൊണ്ടുതന്നത് എനിക്ക് ഉറപ്പായി. അങ്ങനെ വിസയ്ക്ക് വെച്ചു, വിസയുടെ ഇൻ്റർവ്യൂവിന് പോയി. അതിനു മുമ്പ് വിസയുടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു, കുഴപ്പമില്ലാതെ എല്ലാം കറക്റ്റായി പോയി. എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സിലെല്ലാം ഉപ്പെല്ലാം ഇട്ടിട്ട് ആണ് പോയത്. അങ്ങനെ കയറി, കുഴപ്പമില്ല, എല്ലാം നല്ലപോലെ ചെയ്തു പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ വിസ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവർക്ക് സർവീസ് ചാർജ് കൊടുക്കണം ഏജൻസിക്ക്. അപ്പോൾ പൈസയുടെ കാര്യമൊന്നും അതുവരെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓഗസ്റ്റ് 27 ഒരു ചൊവ്വാഴ്ചയായിരുന്നു, അന്ന് ഉടമ്പടി ധ്യാനം കൂടെയായിരുന്നു. ഓഗസ്റ്റ് 28 എൻ്റെ പപ്പയുടെ ബർത്ത്ഡേയാണ്. അപ്പം ഞാനും മാതാവിനോട് പറഞ്ഞു, മാതാവ് പപ്പയുടെ ബർത്ത്ഡേ ആയിട്ട് പിറ്റേ ദിവസം പപ്പയ്ക്ക് ഗിഫ്റ്റായിട്ട് എൻ്റെ പോണതിൻ്റെ പൈസ എല്ലാം ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അത്ര പറഞ്ഞോളാം. അന്ന് ആ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയും ചെയ്തു, നിങ്ങളെ കൃപാസനത്തേക്ക് ആരാണോ കൊണ്ടുവന്നത് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പപ്പ വഴി അറിഞ്ഞത്. അപ്പോൾ പപ്പേനെ ഞാൻ ഈ കാര്യം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അന്ന് ഉച്ച കഴിഞ്ഞ് പപ്പ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പപ്പ പറയണേ, പൈസയുടെ കാര്യം ഒരുവിധം എല്ലാം ശരിയായി, ഇപ്പോൾ കൊടുക്കാനുള്ള പൈസ എല്ലാം ശരിയായി. എൻ്റെ പേപ്പറുണ്ട് പപ്പയുടെ, ചേട്ടൻ പൈസ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് ശരിയായി. അങ്ങനെ അത് ഒരു വലിയ അനുഗ്രഹം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബൈബിള് വായിക്കുമായിരുന്നു, വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തല്ലോ. അപ്പോൾ ബൈബിള് വായിക്കുമായിരുന്നു. ഞാൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ തൊട്ട് ബൈബിള് വായിക്കുമായിരുന്നു. അപ്പോൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, മലാക്കിയുടെ പുസ്തകമാണോ മിക്കയുടെ പുസ്തകമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അതിൽ ഞാനൊരു ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അതിലുണ്ടായിരുന്നു 9-ാം മാസം 6-ാം ദിവസം. അത് എന്തോ ദേവാലയ ശുദ്ധീകരണത്തിനെ കുറിച്ചുള്ള എന്തോ ഒരു വചനമായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ അതങ്ങനെ വായിച്ചു പോയി. പിന്നെയും ഞാനത് വീണ്ടും വായിച്ചു, എന്താ അത് ഉദ്ദേശിക്കണേന്ന് അറിയാണ്ട്. എന്തോ 9-ാം മാസം 6-ാം ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായി, ഇനി 6-ാം തീയതിയാണ് എനിക്ക് വിസ കിട്ടുക, അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ മാതാവിന് എടുത്തു കൊടുത്ത ഡേറ്റ് സെപ്റ്റംബർ 10 ആയിരുന്നു. സെപ്റ്റംബർ 10-ന് മുമ്പ് എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവണം എന്നായിരുന്നു. പക്ഷെ അന്ന് വായിച്ചപ്പോൾ എനിക്ക് 6-ാം തീയതിയാണ് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ 6-ാം തീയതി എനിക്ക് വിസ കിട്ടുമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ വിസ കിട്ടി, ഒരു കൊച്ചിന് വിസ കിട്ടി. പക്ഷേ എനിക്ക് ഒന്നും അവിടുന്ന് ഡിസ്പാച്ചായിരുന്നു ഒന്നും പറഞ്ഞിട്ട് എനിക്ക് മെയിലോ ഒന്നും വന്നില്ല. അങ്ങനെ 3-ാം തീയതി കഴിഞ്ഞു, 4-ാം തീയതി ആയപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയൊക്കെ പോയി, ചിലപ്പോൾ കിട്ടില്ലായിരിക്കും, 6-ാം തീയതി ഒന്നും കിട്ടില്ലായിരിക്കും, 6-ാം തീയതി ചിലപ്പോൾ മെയിൽ വരിക, അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് 4-ാം തീയതി ഒരു 10 മണി 10:15 ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു, എൻ്റെ കൊറിയർ അവിടെ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ട്, എൻ്റെ പ്രോസസ്ഡ് ആപ്ലിക്കേഷൻ അവിടെ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. അപ്പം ഞാൻ പപ്പോട് വിളിച്ചു പറഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു പിറ്റേ ദിവസം കിട്ടും, 5-ാം തീയതി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, 5-ാം തീയതി കിട്ടില്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് നടക്കാറ്, അപ്പോൾ വെള്ളിയാഴ്ച കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. കറക്റ്റ് വെള്ളിയാഴ്ച എനിക്ക് കാലത്ത് അവിടെ നിന്ന് കോള് വന്നു, കൊറിയർ സർവീസിൽ നിന്ന് കോള് വന്നു, നിങ്ങൾക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട്, വന്ന് വാങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ വെള്ളിയാഴ്ച വേഗം പോയി വാങ്ങി. എൻ്റെ കയ്യിൽ എൻ്റെ വിസ ഉണ്ട് ഇപ്പോൾ. അങ്ങനെ എനിക്ക് വിസ കിട്ടി. ഞാൻ ഈ സെപ്റ്റംബർ ലാസ്റ്റോട് കൂടി ഞാൻ പോവാണ് ജർമ്മനിക്ക്. എനിക്ക് ചെയ്ത നല്ല അനുഗ്രഹങ്ങൾക്ക് ഞാൻ മാതാവിന് നന്ദി പറയണം. എനിക്ക് ഉടമ്പടി എടുത്ത് പിന്നെ എനിക്ക് എന്താ പറയുക, തോൽവി എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, പടിപടിയായിട്ട് ഉയർച്ചാന്ന് കേട്ടിട്ടില്ലേ, അതേപോലെയായിരുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം സമയ ചുരുക്കം എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ കറക്റ്റ് എനിക്ക് ഇത്രയും ടൈമിനുള്ളിൽ ഞാൻ പോവാറായി. ജൂൺ 25-നാണ് എൻ്റെ റിസൾട്ട് വന്നത്. ഏറ്റവും ലാസ്റ്റത്തെ ഇൻ്റർവ്യൂ ആണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തത്, ഹൗസ് ബിൽഡിങ്ങിൻ്റെ. അത് എല്ലാം കറക്റ്റായി പോയി. ഇപ്പം എൻ്റെ വിസ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഈ മാസം അവസാനം പോവും. എല്ലാം എൻ്റെ മാതാവ് കറക്റ്റായിട്ട് എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്,
പിന്നെ ഞാൻ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ വഴിയിൽ ആൾക്കാരിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ഇങ്ങനെ കുഷ്ഠരോഗികളുടെ ഒക്കെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ കുഷ്ഠരോഗികളില്ല, ഇപ്പോൾ അവിടെ മെൻ്റൽ പേഷ്യൻസ് ആണുള്ളത് കൂടുതൽ. അപ്പോൾ അവർക്കെല്ലാം ഞാനും പപ്പയും കൂടി പോയിട്ട് ഇങ്ങനെ പലഹാരങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങി കൊടുത്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ എക്സാം എഴുതാൻ പോണവരാണ്, അപ്പോൾ അവരെല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവരെന്നെ എന്താവശ്യത്തിന് വിളിച്ചാലും ഞാൻ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ടോപ്പിക്കും ക്ലിയർ ചെയ്യാനൊക്കെ ആണെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ ഡെയിലി ഇപ്പം ഞാൻ കുർബാനയ്ക്ക് പോയി തുടങ്ങി. ഞാൻ എന്താ പറയുക, എറണാകുളത്തായിരുന്നപ്പോൾ ഞാനങ്ങനെ പോവൊന്നുമില്ല. ഞാൻ പപ്പേനിടയ്ക്ക് പറ്റിച്ചിട്ടുണ്ട്, ഞാൻ പള്ളിയിൽ പോവാറുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പള്ളിയിലൊന്നും പോവാറില്ല ചില സമയത്ത്. പിന്നെ ഞാൻ പോയി തുടങ്ങി. ഇപ്പം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് പോവും. എനിക്ക് പള്ളിയിൽ പോയില്ലെങ്കിൽ എന്തോ അസ്വസ്ഥത പോലെയൊക്കെ. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യും, ബൈബിൾ വായിക്കും, അങ്ങനെ എല്ലാം ചെയ്യും. അങ്ങനെ കൂടുതലായിട്ട് ഞാനിങ്ങനെ ദൈവത്തിലേക്ക് അടുത്ത് തുടങ്ങി. ഇനി എൻ്റെ പ്രാർത്ഥന, ഞാൻ അവിടെ പോയാലും എൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയാലും ഞാൻ ഇതേപോലെ തന്നെ പോകണം. ഒരിക്കലും ഇതിൽ നിന്ന് എനിക്ക് പോകണ്ട. കാരണം ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വഴിതെറ്റി പോകും. അപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ പോകണം. അങ്ങനെ എനിക്ക് ഇത്രയും ചെയ്തു തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ, ജെയിൻ മരിയ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചത്. ഉടമ്പടിയിലൂടെ നേർവഴിയിലൂടെ നടക്കുവാനായിട്ടുള്ള അനുഗ്രഹം ലഭിച്ചുവെന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ, ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിന് വേണ്ടി എടുത്ത ത്യാഗമനോഭാവങ്ങളും സ്വീകരിച്ച ജീവിത രീതികളും പരിശുദ്ധ അമ്മയുമായിട്ടും അതുപോലെ തന്നെ ത്രിയേക ദൈവവുമായിട്ടും ആഴമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള സാധ്യതയുമൊക്കെ ഉടമ്പടി വഴിയായിട്ട് ലഭിച്ചു എന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ, ഈ സഹോദരിയുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ദൈവപിതാവിന് നന്ദി പറയാം. ഇരു കരങ്ങൾ മടിച്ച് ദൈവനാമത്തെ നമുക്ക് മഹത്വം